ഷാരോൺ വധക്കേസിന്റെ വിധി നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി അല്പസമയത്തിനകം പറയും. ഇന്ന് കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമേ പറയൂ. ശിക്ഷ പിന്നീടാണ് ഉണ്ടാവുക. ഇപ്പോൾ ഷാരോണിൻ്റെ വീട്ടിൽ വല്ലാത്ത സങ്കടക്കടലിലാണ് അവർ. എത്രയോ കാലമായി അവർക്ക് സങ്കടത്തിൽ നിന്ന് മുക്തമായെല്ലാം കഴിഞ്ഞിട്ടില്ല. ഷെബീദ് റാവത്ത് റിപ്പോർട്ട് ചെയ്ത പോലെ അമ്മയുടെ കണ്ണീർ തോർന്ന ഒരു ദിവസം പോലും പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ വീട്ടിൽ ഇപ്പോൾ സലീം മാലിക് എത്തിയിട്ടുണ്ട്. സലീം, യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷയാണ് ആ കുടുംബത്തിന്. ഷാരോണിന് നീതി ലഭിക്കും, പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന കാര്യത്തിൽ വിവരങ്ങൾ. തീർച്ചയായും വലിയ പ്രതീക്ഷയോടെയാണ് പ്രത്യേകിച്ചും ഈ ഷാരോൺ മരിച്ച് 2 വർഷം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ വിധി വരുന്നതാണ്. 2022 ഒക്ടോബർ 25 ഷാരോൺ മരിക്കുന്നത്. ഒക്ടോബർ 14 ഷാരോൺ ഈ വിഷം ചേർന്ന കഷായം കുടിച്ച് അവശനിലയിലാകുന്നത്. അതിനുശേഷം ഇത്രയും കാലവും ആ നീതിക്കായുള്ള പോരാട്ടത്തിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് ഈ വിധി കേൾക്കാൻ ഈ അച്ഛനും അമ്മയും, ഷാരോണിൻ്റെ അച്ഛനും അമ്മയും കോടതിയിലേക്ക് പോകുന്നില്ല. സഹോദരൻ മാത്രമാണ് പോകുന്നത്. പക്ഷേ പരമാവധി ശിക്ഷ, കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരതയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഷാരോണിൻ്റെ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വിധി അല്പസമയത്തിനകം വരും. എന്താണ് പ്രതീക്ഷ? അല്ല, വിധി വരുമെന്നറിയാം. ശിക്ഷ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. 100% ശിക്ഷ കിട്ടും. 3 പേർക്കും ശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്താ അമ്മേ, നിങ്ങൾ കോടതിയിൽ പോകുന്നില്ലേ? ഇല്ല, പോകുന്നില്ല. ഹസ്ബൻഡിന് സുഖമില്ല, അപ്പം നടക്കാൻ പറ്റൂല. സ്ട്രോക്ക് വന്ന് ചികിത്സയിലാണ്. ഇപ്പം എന്താണ് അമ്മയുടെ പ്രതീക്ഷ? എനിക്ക് വലിയ പ്രതീക്ഷയിലാണ്. അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ 3 പേർക്കും ശിക്ഷ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ്, അതായത് ഗ്രീഷ്മ, ഗ്രീഷ്മയുടെ അമ്മ, മൂന്നാമത്തെ പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ എന്നിവരാണ്. ഈ 3 പേർക്കും പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയാണ് കുടുംബത്തിനുള്ളത്. ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഷാരോൺ അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു. ഇപ്പോഴും ഈ മരണം കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോഴും ഷാരോണിൻ്റെ മുറി ഈ ഷാരോൺ എങ്ങനെ ഉപയോഗിച്ചിരുന്നുവോ അങ്ങനെ തന്നെ വൃത്തിയായി, ഓരോ ദിവസവും വൃത്തിയായി സൂക്ഷിച്ച് ഇപ്പോഴും ഇവർക്കൊപ്പം തന്നെ ഷാരോൺ ഉണ്ട് എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ നീതി അവർക്ക് വേണം. അതിൻ്റെ നിയമപോരാട്ടമായിരുന്നു കഴിഞ്ഞ 2 വർഷവും നടന്നത്. ഈ മരിച്ചതിന് ശേഷം ഈ അച്ഛനോടും ഒപ്പം തന്നെ സുഹൃത്തിനോടും ഷാരോൺ പറഞ്ഞിരുന്നൊരു മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായും നിർണായകമായത്. ഗ്രീഷ്മ ചതിച്ചു എന്നുള്ളതായിരുന്നു. അന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ അങ്ങനെ പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് ഈ വീട്ടുകാരോട് പറഞ്ഞിരുന്ന സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇതിനിടയിൽ പ്രതി ഗ്രീഷ്മ കോടതിയിലെത്തിയെന്ന റിപ്പോർട്ട് കൂടി വരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കോടതിയിൽ നിന്ന് വധശിക്ഷ വിധിക്കാൻ കഴിയൂ. എന്തായാലും ഇന്ന് കോടതി കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് രേഖപ്പെടുത്തും. അത് പിന്നീടാകും ശിക്ഷ എത്രയാണെന്ന് വിധിക്കുക.